ഹലോ ഗൈസ്, നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത് ഇതേപോലൊരു PVC ഷീറ്റ് എടുക്കുക. ഇത് നമ്മുടെ റൂമിൻ്റെ കുളത്താണിത്. ഈ കുളത്തിൻ്റെ 4 ഹോളും ഇതേപോലെ ഷീറ്റിൽ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ ഗൈസ്, മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കണം. ഗൈസ് 4 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ കുറ്റിയുടെ ഈ ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അത്ര ഭാഗം കട്ട് ചെയ്ത് കളയണം. കണ്ടു ഗൈസ്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കവിടെ എന്ത് ചെയ്യണം, ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. കണ്ടു ഗൈസ്, ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സൈക്കിൾ സ്ക്രൂവും അതിൻ്റെ 2 നെട്ടും മേടിക്കുക. എന്നിട്ട് ഒരു നെട്ടിൽ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം കുറ്റിയിലിട്ട് കൊടുത്ത സെയിം ഹോളായിരിക്കണം ഇതിലിട്ട് കൊടുക്കേണ്ടത്. അവിടെ കൈ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുറ്റിയുടെ ആദ്യം ഇട്ട് കൊടുത്ത ഹോളിൽ ഇതേപോലെ ഒരു കമ്പിയുടെ കഷ്ണം ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നട്ട് ആ കമ്പിയിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. അതിനായി നമ്മൾ ആദ്യം എടുത്ത സൈക്കിൾ സ്ക്രൂ എടുക്കുക. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് പാരലലായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും വെച്ചിട്ട് പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. രണ്ട് വയസ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിൾ സ്ക്രൂ ഊരി എടുക്കാം. ഇതിന് ശേഷം നമ്മുടെ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഈ കൊടുത്ത അതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. വീഡിയോ കാണുന്ന പോലെ 2 സ്ക്രൂ ഉപയോഗിച്ച് വേണം നമ്മൾ ഈ കൊളുത്ത് പിടിപ്പിക്കുക. കണ്ടോ ഗൈസ്, കൊളുത്ത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ്, ഇനി നമ്മുടെ സൈക്കിൾ സ്ക്രൂ എടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് റൗണ്ടാക്കി എടുക്കണം. ഇതേപോലെ കട്ടർ ഉപയോഗിച്ച് റൗണ്ടാക്കി എടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ മോട്ടർ സൈക്കിൾ സ്ക്രൂവിലേക്ക് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൗണ്ട് ചെയ്തെടുത്തത്. ഇതാണ് നമ്മുടെ കണക്ടർ, അതായത് DC ഗിയർ മോട്ടറിനെയും അതുപോലെ തന്നെ സൈക്കിൾ സ്ക്രൂവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടറാണിത്. ഇതാണ് ഗൈസ് ഗിയർ മോട്ടർ. നമ്മളിത് ഈ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിയർ മോട്ടർ ഒരു സ്റ്റാൻഡ് പിടിപ്പിക്കണം. ആ സ്റ്റാൻഡിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം മോട്ടർ അതിലേക്ക് ഒട്ടിക്കാൻ. ഗൈസ്, മെഷർമെൻറ്റ് എടുത്ത് PVC ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങളും മെഷർമെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുക. കണ്ടോ ഗൈസ്, സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ ഗൈസ്, ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ DC മോട്ടർ എടുത്ത് കണക്ട് ചെയ്യുക.
അതിനുശേഷം പശ ഒഴിച്ചു കൊടുത്ത് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ സൈക്കിൾ സ്ക്രൂവിന് ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ കറക്റ്റ് അളവ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഗൈസ്, ഇതാണ് വയർലെസ് റിസീവർ. ഈ ബോർഡ് നമുക്ക് ഓൺലൈനായിട്ട് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇതിൻ്റെ ഈ ഹോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് ഹോളിട്ടെടുക്കുക. അതിനുശേഷം ബോർഡ് ഇതേപോലെ ആ ഹോളിലേക്ക് പിടിപ്പിക്കുക. ഗൈസ്, പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിൻ്റെ 2 വയർ മോട്ടറിലേക്ക് കൊടുക്കുക. ഗൈസ്, ഈ വയർ ഏതൊക്കെയാണെന്ന് നമുക്ക് ബോർഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് സ്വിച്ച് പിടിപ്പിച്ചെടുക്കണം. സ്വിച്ച് ഇതേപോലെ റെഡ് കളർ വയർ ഒരു ലെഗിലേക്ക് കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഇത് 3-in-1 DC-യുടെ കേസാണിത്. ഇതേപോലെ ഒരെണ്ണം നിങ്ങൾ ഓൺലൈനായി മേടിച്ചിട്ട് ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി ന്യൂട്രൽ വയർ ബാറ്ററി കേസിൽ നിന്ന് ബോർഡിൻ്റെ ന്യൂട്രലിലേക്ക് തന്നെ കൊടുക്കുക. അതായത് ബ്ലാക്ക് വയർ ബ്ലാക്കിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ഗിയർ മോട്ടർ പിടിപ്പിക്കാനുള്ള 2 വയറാണ്. ഗിയർ മോട്ടർ പിടിപ്പിക്കാനുള്ള സ്റ്റാൻഡാണിത്. ആ സ്റ്റാൻഡിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി ഗിയർ മോട്ടറിൻ്റെ വയർ പൊട്ടിച്ചെടുത്തതിന് ശേഷം കണക്ട് ചെയ്യുക. നമ്മൾ ഈ ഷിം ഇട്ട് കൊടുക്കുന്നത് വയർ തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാനാണ്. ഗൈസ്, ഇതിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മനസ്സിലാവും. ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ 2 റൗണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ഇട്ടേക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഗൈസ്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ റൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. അത് സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ടേച്ച് അതിലേക്ക് സ്പ്രിങ് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് ആ റൗണ്ട് ഇറക്കി വെച്ച് ഇതേപോലെ സ്ക്രൂ ഇട്ടെടുക്കുക. ഗൈസ്, ഇത് ആക്ച്വലി ശരിക്കും നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണിത്. നമ്മുടെ ഗിയർ മോട്ടറിലേക്ക് ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി അടുത്ത ആൻറ്റിനയാണ്. ആൻറ്റിനയുടെ വയർ വൈറ്റ് കളറാണ്. അവിടെ ആൻറ്റിനയുടെ സെപ്പറേറ്റ് ആയി ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ആൻറ്റിന കണക്ട് ചെയ്തെടുക്കുക. ഗൈസ്, ഇത് നമ്മുടെ ട്രാൻസ്മിറ്ററാണ്. റിമോട്ടാണിത്. റിമോട്ടിൻ്റെ ബോർഡാണിത്. വയർ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം
സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഗൈസ്, നമ്മുടെ DC-യുടെ ബാറ്ററി കേസ് എടുക്കുക, ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ബ്ലാക്ക് വയർ, അതായത് ന്യൂട്രൽ വയർ ന്യൂട്രലിലേക്ക് കൊടുക്കുക. ഇനി അടുത്ത് നമുക്കൊരു സ്വിച്ച് പിടിപ്പിക്കണം. സ്വിച്ച് നമ്മൾ ആദ്യം വീഡിയോ കണ്ട പോലെ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം പൊട്ടിച്ചെടുക്കണം. കണ്ടോ ഗൈസ്, സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആൻറ്റീന പിടിപ്പിക്കണം റിമോട്ടിൻ്റെ. ഈ വീഡിയോ കാണുന്ന പോലെ വൈറ്റ് വയർ എടുത്ത് ആൻറ്റീന സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഇത് ഓൾറെഡി ഞാൻ ആദ്യമേ എല്ലാം മാർക്ക് ചെയ്ത് വെച്ച് ഹോളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. കണ്ടു ഗൈസ്, ആൻറ്റീന പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇട്ട് കൊടുത്ത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടു ഗൈസ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ലോക്കിൻ്റെ പൊസിഷൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യുന്നത് കാണാം. അതേപോലെ ഡോർ അടയ്ക്കാനുള്ള ഇതാണ് ഇപ്പോൾ ഈ കിടന്ന് കറങ്ങുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ടോയിൻ ഇട്ട് കൊടുത്ത് കെട്ടിയെടുക്കണം. ഈ ടോയിൻ ആണ് നമ്മുടെ ഡോറ് ക്ലോസ് ചെയ്യുന്നത്. ഇതേപോലെ വലിച്ച് വന്ന ഡോറ് ക്ലോസ് ചെയ്യിക്കും. ഗൈസ്, ഇനി നമുക്കിത് പ്രാക്ടിക്കലി വർക്കൗട്ട് ആവാൻ നോക്കാം. അതിന് ഇതേപോലെ സ്ക്രൂ ഇട്ട് മെഷീൻ പിടിപ്പിച്ചെടുക്കുക. അതുപോലെ ഗൈസ്, കുറ്റിയുടെ കൊളുത്ത് ഞാൻ ഓൾറെഡി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആൻറ്റിനയാണ് ഗൈസ്. ഞാൻ ആൻറ്റിന ഊരിയെടുത്തായിരുന്നു, അത് രണ്ടാമത് കണക്ട് ചെയ്യിക്കുകയാണ്. അതേപോലെ ഡോറ് ക്ലോസ് ചെയ്യാനുള്ള നമ്മുടെ ടോയിൻ അഴിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു സ്ക്രൂ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് കെട്ടി എടുക്കുക. കണ്ടോ ഗൈസ്, ഇത് ഈ സ്ക്രൂവിലേക്കാണ് ഞാനിപ്പോൾ അത് കെട്ടിയെടുത്തേക്കുന്നത്. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പം നിലവിൽ ആ ടോയിൻ തിരിച്ച് ചുറ്റിയെടുക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ റിമോട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഗൈസ്, സംഭവം പൊളിയാണ് കേട്ടോ. സംഭവം 101% വർക്കിംഗ് ആണ്. അവിടെ ഗൈസ്, ഇപ്പോൾ ഡോർ ഓൾറെഡി ക്ലോസ് ആയി. ഇനി ലോക്ക് ചെയ്യാൻ പോവാണ്. ഇതേപോലെ തന്നെ
നമുക്ക് അൺലോക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അൺലോക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് തുറക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഡോറെ പിടിച്ച് വലിച്ചാൽ മതി, തുറന്നു പോരും. അവിടെ ഗൈസ് ഓപ്പണായി പോരുന്നുണ്ടോ? കണ്ടോ ഗൈസ്, എത്ര അടിപൊളിയായിട്ടാണ് നോക്കി നമ്മുടെ റിമോട്ടായിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്നത്. കണ്ടോ ഗൈസ്, ഇനി ഞാൻ ഡോറ് ലോക്കാക്കാൻ പോവാണ്. കണ്ടോ ഗൈസ്, ഡോറ് ലോക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അൺലോക്ക് ചെയ്യാൻ പോവാണ്. കണ്ടോ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ? പൊളിയല്ലേ? നമുക്ക് റിമോട്ട്ലി നമുക്ക് ഡോർ ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ്, ഞാൻ ഉറങ്ങിയതിന് ശേഷം അമ്മ വന്ന് ഡോറിൽ മുട്ടി വിളിച്ചപ്പോൾ എണീക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു. അന്നേരം എനിക്കാതെ തന്നെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണിത്. ഇതാകുമ്പോൾ എനിക്കാതെ തന്നെ റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാമല്ലോ. ഗൈസ്, നിങ്ങളുടെ വിലപ്പെട്ട കമൻസും ലൈക്കും സജഷൻസുമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോസിനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. താങ്ക് യു ഗൈസ്.